തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർവീസ് സഹകരണ ബാങ്കിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് 2 വർഷം മുൻപ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കണ്ടെത്തലുകളിൽ നടപടി സ്വീകരിക്കാത്തതാണ് തട്ടിപ്പുകൾ തുടരാൻ ജീവനക്കാർക്ക് സഹായകരമായത്. CPM നിയന്ത്രണത്തിലുള്ള ഊരൂട്ടമ്പലം സർവീസ് സഹകരണ ബാങ്കിൽ ചിട്ടിയിൽ ചേർന്നവർ അറിയാതെ ജീവനക്കാർ വായ്പയെടുത്ത് നടത്തിയ തട്ടിപ്പ് വലിയ വിവാദമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 വർഷം മുൻപ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ക്രമക്കേടുകളും പുറത്തുവരുന്നത്. 2020-21 കാലയളവിൽ നടന്ന ഓഡിറ്റിലാണ് ക്രമക്കേടുകൾ വ്യക്തമായത്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ആകെ 4.13 കോടിയുടെ മൂല്യശോഷണവും കണ്ടെത്തിയിരുന്നു. 2 കോടി രൂപയിൽ കൂടുതലാണ് MDS ആസ്തി ബാധ്യത പരിശോധനയിൽ കണ്ടെത്തിയ വ്യത്യാസം. ആകെ നിക്ഷേപത്തിന്റെ 20% തരളദിനമായി സൂക്ഷിക്കണമെന്നാണ് നിലവിലെ നിയമം. ഇത് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. തരളദിനം സൂക്ഷിച്ചതിനുള്ള യാതൊരു തെളിവും ബാങ്കിലില്ല. ബാങ്കിലെ C ക്ലാസ് അംഗങ്ങൾക്ക് അനധികൃതമായി ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പകളും നൽകി. ഭരണസമിതി അംഗത്തിന്റെ മക്കൾക്കും ബന്ധുക്കൾക്കുമായി 50 ലക്ഷത്തോളം രൂപ മതിയായ ജാമ്യം സ്വീകരിക്കാതെയും നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിലെ അനധികൃത നിർമ്മാണവും അനധികൃത നിയമനങ്ങളും ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്രമക്കേടുകളിൽ നടപടിയുണ്ടാകാതെ വന്നതാണ് തട്ടിപ്പുകൾ തുടരാൻ ജീവനക്കാർക്ക് പ്രേരണയായത്. പിന്നാലെയാണ് ജീവനക്കാരി ചിട്ടിയിലൂടെ വായ്പാ തട്ടിപ്പ് നടത്തിയ വിവരവും പുറത്തുവരുന്നത്. ഇവിടെയും ജീവനക്കാരി സസ്പെൻഡ് ചെയ്തതിനും സെക്രട്ടറിയോട് അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടതിനും അപ്പുറമുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടുമില്ല. ഒരു ജീവനക്കാരിക്ക് മാത്രം നേരിട്ട് നടത്താൻ കഴിയുന്ന തട്ടിപ്പല്ല ബാങ്കിൽ നടന്നിരിക്കുന്നതെന്ന് അന്നേ നിക്ഷേപകർ ആരോപിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.